ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേശ്യാം. ആ, അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് രഥയാത്രയെ പറ്റിയാണ്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ രഥയാത്ര, അതുപോലെ തന്നെ ലോകത്തിലേക്ക് ഏറ്റവും വലിയ മഹാത്ഭുതങ്ങൾ ഒരുപോലെ സംഭവിക്കുന്ന ഒരു ക്ഷേത്രം. അപ്പൊ ആ മഹാത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഈ ജഗന്നാഥപുരിയില് നമുക്കറിയാം, ആ ഒരു ആ, ക്ഷേത്രം സമുദ്രതീരത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. ആ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന് നിഴലുകൾ ഒരിക്കലും ഉണ്ടാകാറില്ല. അതാണ് ഒരു അത്ഭുതം. ഇതെന്താണെന്ന് സയൻസിനൊന്നും ഇതുവരെ അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മുകളിലൊരു സുദർശനമുണ്ട്, ഗോപുരത്തിന് മുകളിൽ. ആ സുദർശനം ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും നമ്മളെ അഭിമുഖീകരിക്കുന്നതായിട്ട് തോന്നും. അതാണ് രണ്ടാമത്തേത്. പിന്നെ അതിന്റെ മുകളിലൊരു ആ, കൊടി എപ്പോഴും പാറുന്നുണ്ട്. ഈ കൊടി എല്ലാ ദിവസവും ഒരു 5 മണി സമയമാകുമ്പോഴത്തേലും അവിടുത്തെ പണ്ടാസ് എന്ന് പറയും, അവര് വന്നിട്ട് മാറ്റുന്നതാണ്. അതൊരു വലിയ ചടങ്ങാണ്. എന്നിട്ട് ആ കൊടി ലേലം ചെയ്ത് പോകുന്നതും നമുക്ക് കാണാം. എല്ലാവരും അത് വീട്ടിലൊക്കെ കൊണ്ടുപോയി സൂക്ഷിക്കാറുണ്ട്. അപ്പൊ ഈ കൊടി മാറ്റാനായിട്ട് കയറുന്നത് അവര് പ്രത്യേകിച്ചൊരു ഇതുമില്ലാതെ അത്രയും വലിയ ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ ആ ചുട്ടുപഴുത്തെടുക്കുന്ന കല്ലിൽ കൂടെ അവരിങ്ങനെ കുരങ്ങന്മാർ വലിഞ്ഞു കയറുന്ന പോലെ ഇങ്ങനെ കയറിപ്പോയി അത് മാറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഒരു 4 മണി കഴിയുന്ന സമയത്ത് ആ, വൈകുന്നേരം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇത് കാണാം. ഈ കൊടി പറക്കുന്നത് ആ, കാറ്റിനെ അഭിമുഖീകരിച്ചിട്ടാണല്ലോ സാധാരണഗതിയിൽ പറക്കുന്നത്. ഇവിടെ അത് കാറ്റിന്റെ എതിർ ദിശയിലാണ് ഇത് പറക്കുന്നത്. പിന്നെ വേറെ ഒരു പക്ഷികളോ വിമാനങ്ങളോ അങ്ങനെയൊന്നും ഈ ഗോപുരത്തിന് മുകളിലൂടെ പറക്കാറില്ല. പിന്നെ സമുദ്രം അടുത്താണ്. സമുദ്രത്തിന്റെ ഇരമ്പം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്ന സമയത്ത് അത് കാണാൻ, അത് കേൾക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ കടൽക്കാറ്റും കരക്കാറ്റും എന്നൊക്കെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, സ്കൂളിലൊക്കെ. അപ്പൊ അത് കരയിൽ നിന്ന് കടലിലേക്ക് പോകുന്നതും പകല് രാത്രി ആ, കടലിൽ നിന്ന് കരയിലേക്കും അങ്ങനെയുള്ള ആ ഒരു സഞ്ചാരം ഇവിടെ ജഗന്നാഥപുരിയിൽ നമ്മൾ പഠിച്ച സയൻസിന് വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ നമ്മൾ ഭഗവാന് ഭോഗമൊക്കെ അർപ്പിക്കുമ്പോഴേക്കും അത് നമ്മളൊരു കുറച്ച് ചെറിയൊരു പാത്രത്തിലെടുത്ത് ആണ് കൊടുക്കുന്നത്. ഇവിടെ ഭഗവാന് അവിടെ ഉണ്ടാക്കുന്ന ഭണ്ഡാര അടുക്കളയിൽ ഉണ്ടാക്കുന്ന അതേപടിയാണ് ഭഗവാനെ സമർപ്പിക്കുന്നത്. പിന്നെ അടുത്തത്, ഇത്രയും വലിയൊരു ഒരു അടുക്കള അല്ലെങ്കിൽ ഒരു തിടപ്പള്ളി വേറൊരു ക്ഷേത്രത്തിനില്ല. വിറക് വെച്ചിട്ടാണ് ആ, ആ, ആ അടുപ്പ് കത്തിക്കുന്നത്. അതുപോലെ ഭഗവാൻ 6 നേരമാണ് ഇവിടെ പ്രസാദം. 6 നേരം ചപ്പൻ ഭോഗമാണ് കൊടുക്കുന്നത്. ചപ്പൻ ഭോഗം എന്ന് പറഞ്ഞാൽ 56 വിഭവങ്ങളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മൺപാത്രത്തിലാണ് നമുക്ക് അവിടുന്ന് പ്രസാദം കിട്ടുന്നത്. പിന്നെ ആ ഭഗവാന്റെ പ്രസാദം എന്ന് പറയുന്നത് ആ, ഒരു പ്രത്യേകതരം അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ രഹസ്യം ഇതുവരെ ഒരാൾക്കും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ആ വിറകടുപ്പില് ആ, അത് പല തട്ടുകളായിട്ടാണ് പാത്രങ്ങൾ വെക്കുന്നത്. അപ്പൊ അതിലെ ഏറ്റവും മുകളിലുള്ള തട്ടിലെ ആ ആ ഒരു ഭോഗമാണ് ഏറ്റവും ആദ്യ പാകമാകുന്നത്. അതിന് ശേഷം അതിന്റെ തൊട്ടടുത്ത ആ, തട്ടില്, അങ്ങനെ ഏറ്റവും അവസാനം പാകമാകുന്നത് ഏറ്റവും താഴെ ഇരിക്കുന്ന തട്ടിലെയാണ്. അതിന്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ അതേപടിയാണ് ഈ പ്രസാദം ഉണ്ടാക്കി അതേപടിയാണ് ഭഗവാന് അത് നിവേദിക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ നിവേദിക്കാൻ കൊണ്ടുപോകാൻ ആ മെയിൻ പൂജാരി ആ, ഭഗവാനെ ഒരു ഒരു ദർപ്പണം വെച്ചിട്ടുണ്ട്. ആ ദർപ്പണത്തിൽ ഭഗവാന്റെ മുഖം കാണുകയാണെങ്കിൽ ഭഗവാൻ ഇത് സ്വീകരിച്ചു എന്നും, ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രസാദത്തിൽ എന്തെങ്കിലും അമംഗളങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ പ്രസാദം അതേപടി കുഴിച്ചു മൂടുകയാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ടാണ്, ഒരു മുടി പോലും വീഴാതെ, വേർപ്പ് തുള്ളികളൊന്നും വീഴാതെ അത്ര ശ്രദ്ധിച്ചിട്ടാണ് അവിടെ പ്രസാദം ഉണ്ടാക്കുന്നത്. പിന്നെ അത്രയും പ്രസാദം ഈ കുഴിച്ചു മൂടുന്നതിന് പകരം നമ്മൾ മറ്റ് ഏതെങ്കിലും ജീവികൾക്കോ അങ്ങനെ കൊടുക്കാനായിട്ടൊന്നും ആ, അത് അലൗഡ് അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഗന്നാഥൻ റിജക്ട് ചെയ്ത പ്രസാദം ഒരു പട്ടിക്ക് പോലും കൊടുക്കാൻ പാടില്ല. എന്നാൽ ജഗന്നാഥൻ അക്സെപ്റ്റ് ചെയ്ത പ്രസാദം ഒരു പട്ടിയുടെ വായിൽ നിന്ന് പോലും നമുക്ക് മേടിച്ച് കഴിക്കാമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുപോലെ നിലത്തിരുന്ന ഇലയിൽ ആണ് ഈ മൺകുടത്തിൽ നമുക്ക് കിട്ടിയ പ്രസാദം നമ്മൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ ആ, എന്താണ്, എത്ര പേര് വന്നു കഴിഞ്ഞാലും അവർക്കുള്ള പ്രസാദം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ ആ, ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ആ ഒരു ക്ഷേത്രം. പിന്നെ തടിയിലുള്ള ദാരു ബ്രഹ്മമാണ്. ആ ആ ദാരു ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
12 മുതൽ 18 വർഷത്തിന് ഇടയിൽ ആ ഒരു വിഗ്രഹം മാറ്റിക്കൊണ്ടിരിക്കും. കാര്യം ആ വിഗ്രഹം മാറ്റണം എന്നുള്ളതും ജഗന്നാഥനാണ് അതിന്റെ തീരുമാനം എടുക്കുന്നത്. ജഗന്നാഥൻ അവിടുത്തെ മെയിൻ പൂജാരിയുടെ മനസ്സിൽ സ്വപ്ന ദർശനത്തിൽ ആജ്ഞാപിക്കും വിഗ്രഹം മാറ്റാറായി. അപ്പം ആ വിഗ്രഹം മാറ്റാറായി കഴിയുമ്പോൾ അതിന്റെ തടി എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും ജഗന്നാഥൻ അദ്ദേഹത്തിന് ദർശനം അരുളി ചെയ്യുന്നു. അങ്ങനെ വലിയ ഘോഷയാത്രയോടുകൂടി ആ തടി ആ, കണ്ടെത്താനായിട്ടുള്ള യാത്രയാണ്. ആ തടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അതിൽ വേറൊരു പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഒന്നും സ്പർശിച്ചതാകാൻ പാടില്ല. അതിൽ ശംഖുചക്ര ഗദാദികളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അടയാളം അവിടെ കാണാറുണ്ട്. അങ്ങനെ ആ ഒരു തടി കണ്ടെത്തി അത് നിലം മുട്ടാതെ അത് അത് മറിച്ച് വീഴ്ത്തി ഇവിടെ ഒരു പ്രത്യേക ആലയം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ആ ആ ഒരു കൊത്തുപണികളൊക്കെ നടത്തി അത് പൂർത്തിയായി കഴിയുന്ന സമയത്താണ് ഈ പറയുന്ന ഈ വിഗ്രഹം മാറ്റിയുള്ള പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പൊ ആ ഒരു പ്രതിഷ്ഠ മാറ്റാൻ നേരത്ത് മെയിൻ പൂജാരി വന്ന് പുതിയ പൂജാരി ഒപ്പം തന്നെ വിഗ്രഹം പുതിയത് മാറുന്നതോടൊപ്പം പുതിയ പൂജാരി സ്ഥാനം എടുക്കുകയാണ്. അപ്പൊ ആ പുതിയ പൂജാരിക്ക് ഇത് പറഞ്ഞെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇതിന്റെ ഒരു പ്രാണനെ മാറ്റി പ്രതിഷ്ഠിക്കുന്ന, പഴയ വിഗ്രഹത്തിൽ നിന്ന് പുതിയ വിഗ്രഹത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്ന ആ ഒരു ചടങ്ങുണ്ട്. അതായത് മിടിക്കുന്ന പ്രാണനാണ് ജഗന്നാഥൻ അതിന്റെ ആ ഒരു വിഗ്രഹത്തിലുള്ളതെന്നാണ് പറയുന്നത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാപരയുഗത്തിൽ അദ്ദേഹത്തിനെ ആ, അദ്ദേഹത്തിന്റെ ആ ഒരു ആ, ഹൃദയം അതേപടി ഉപേക്ഷിച്ചിട്ട് പോയി. അതാണ് ജഗന്നാഥപുരിയിൽ വെച്ചിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. ആ ഒരു മിടിക്കുന്ന ഹൃദയം മാറ്റി വെക്കുന്നു. ഈ ചടങ്ങുകളെല്ലാം പറഞ്ഞതിന് ശേഷം ആ പൂജാരി 1-2 ദിവസത്തിനകം ആ പൂജാരിയും വൈകുണ്ഠത്തിലേക്ക് യാത്രയാകാണ്. അപ്പൊ ഇത് വളരെ രഹസ്യമായിട്ടാണ് ഈ പറയുന്ന ഒരു ആ, മാറ്റം നടക്കുന്നത്. അപ്പൊ പുതിയ പൂജാരിക്ക് ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം പഴയ പൂജാരി വൈകുണ്ഠത്തിലേക്ക് യാത്രയാകുകയാണ്. അപ്പൊ അങ്ങനെ ആ, ഒരുപാട് 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 അത്ഭുതങ്ങൾ നിറഞ്ഞ ക്ഷേത്രമാണ് ജഗന്നാഥപുരി. അപ്പം രഥയാത്ര നമ്മുടെ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണാനായിട്ട് ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ജഗന്നാഥനോട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പം അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. ഹരേ കൃഷ്ണ.